വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അത് കാണിക്കാൻ വന്നതാണ്. ഇത് ഞങ്ങളെ ലിവിങ് റൂമാണ്. പിന്നെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വായിക്കലൊന്നുമില്ല, എന്നാലും ഇവിടെ വെറുതെ ഷോക്ക് എടുത്ത് വെച്ചാണ്. പിന്നെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച കുറച്ച് സാധനങ്ങൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ പ്ലാസ്റ്റിക് ആട്ടോ. ഈ പൂവ് എവിടെ പോയാൽ വാങ്ങിയാനു? ആ ബർത്ത്ഡേക്ക്. പിന്നെ അത് ക്യാൻഡിൽ ലൈറ്റ് കറണ്ട് പോകുമ്പോൾ കറക്റ്റ്. പിന്നെ അത് നമ്മളെ പഠിക്കുന്ന ഏരിയ പഠിക്കാൻ ഞാനോ. അപ്പം അടുത്ത നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോവാണ്. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയ. എല്ലാ സാധനവും സെറ്റാക്കി. ഇത് ഡൈനിങ് ഹാളാ? ഇതാണ് ഡൈനിങ് ഹാൾ. അത് പുറത്തേക്കുള്ള വ്യൂ ഉള്ളൊരു കണ്ടില്ലേ? ഓക്കെ ഓക്കെ. ഇതിലൂടെ നോക്കിയാൽ പുറത്ത് കാണാൻ പറ്റും. പുറത്ത് കാണാം. പിന്നെ അത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഇതാണ് നമ്മൾ വാഷ് ബേസിനാ? വാഷ് ബേസ് ഇല്ല, വാഷ് ബേസ് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം. പിന്നെ അത് മറ്റേ കോഫി ഉണ്ടാക്കണേ, കുറച്ച് നോക്കാം. ഇതാണ് സോഫ. ഇത് കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് തന്നതാണ്, പൊട്ടിച്ചില്ല. കുറച്ച് ഇരുന്നോളി, കുറച്ച് റെസ്റ്റ് എടുത്തോളി. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. നല്ല വൃത്തിയുള്ള കിച്ചണാണ്. ഇവിടെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അല്ലേ? നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നേരെ പോകുന്ന ക്ലോസറ്റിലേക്കാണല്ലോ. സോ അത് ഇവിടെ നമ്മൾ ഉപയോഗിക്കില്ല, അത് നമ്മൾ യൂസ് ചെയ്യില്ല, അതാണ് പ്രശ്നമല്ല. എന്തായാലും എല്ലാവരും വിശ്വസിച്ചു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ പ്ലീസ്. കഥയെ ചോദ്യമില്ല. ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ കേട്ടോ. ഇത് വാഷ് പീസ്. മേക്കപ്പ് ഇടുന്നതായിരിക്കും. അതെ, ഞങ്ങൾ മേക്കപ്പിൻ്റെ ഒരു സംഭവമാണ്. ഇത് പിന്നെ ഭാവി ആട്ടൊക്കെ എടുക്കല് മക്കൾ തൊട്ടില്ല. ഇതൊക്കെ പിന്നെ ഇപ്പം വീഡിയോ എടുക്കാനോണ്ട് കുറച്ച് മഞ്ചാക്കി വെച്ചതാട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും തോന്നെ കൃഷിയൊന്നും ഇവിടെ വെക്കാറില്ല, എങ്ങനെ വെക്കാറില്ല. പിന്നെ ഇതൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ കുറച്ച് മഞ്ചാക്കിയതാണ്. നിങ്ങളൊരു സംഭവം തന്നെ. ഇതിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചത് കാണിച്ചതാണ്. ഇനി അതും കൂടെ വേണോ? ഇതാണ് ഡ്രസ്സിന്. ബാഗും കണ്ണടയൊക്കെ നോക്കൂ. എൻ്റെ ബാഗുകളും ചെരുപ്പുകളും ഓരോ ഡ്രസ്സിൻ്റെ ഓരോന്ന് വെച്ച് മാച്ചായതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ചെണ്ണം വാങ്ങി വെച്ചത്. പിന്നെ നിങ്ങൾക്ക് എന്താ കാണണ്ടേ? അത് ഞങ്ങൾ വെറുതെ വിശ്രമിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ വേണ്ടി വാങ്ങി വെച്ച സോഫ. നല്ല രസമല്ലേ? പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ സാധനം എന്താ, ഈ സാധനം എന്താ? അത് ഈ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്, നല്ല സ്മെല്ല് റൂമിലൊക്കെ പരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്മെല്ല് വരുന്ന ഒരു സാധനം തൂക്കിയിട്ടതാണ്. പിന്നെ വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കുന്നുണ്ട്. ഞങ്ങളോ ഇതെന്താ നോക്കട്ടെ, കണ്ടോ? അത് വൈറ്റ് ആണല്ലോ, അപ്പൊ നമ്മളത് ചേറായാലേ ഇതിലൊക്കെ കറ പറ്റിയാല് വേറെ അറിയല്ലോ. അപ്പൊ അതിന് വേണ്ടി 2 എടുത്തു.
ഞാൻ നോക്കട്ടെ. ലക്ഷറി ലൈഫാല്ലേ? ആ ശരി, ഇവിടെ പോകും. ഇതെനിക്ക് കുറച്ച് ഓർണമെന്റ്സ് അങ്ങനെ തുറക്കല് കുറച്ച് പോലെ ഇങ്ങനെ കുറച്ച് ഓർണമെന്റ്സ്. നന്നായി. ഇത് പറഞ്ഞു എന്താണ് നെറ്റിപ്പോയോ? അപ്പോൾ ഇതുവരെ തള്ളീൻ്റെ ഡീറ്റെയിൽ പറഞ്ഞോടേ. ഇത് ഞങ്ങളൊരു മാളിലാണുള്ളത്. മാളിൽ പോലും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്, അല്ലാതെ ഞങ്ങളതൊന്നുമല്ല. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാലോ, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറയണമെന്നില്ല.